ഇന്ന് നമ്മൾ രണ്ട് രീതിയിലുള്ള എനർജി ബോൾസ് ആണ് റെഡിയാക്കുന്നത്. ഒരു നട്ട്സ് വെച്ചിട്ടുള്ള ബോളും അതുപോലെ തന്നെ ഓട്സ് വെച്ചിട്ടുള്ള ഒരു ബോളുമാണ് റെഡിയാക്കുന്നത്. അപ്പോൾ വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമ്മുടെ നട്ട്സ് എനർജി ബോൾ ആണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കാഷ്നട്ടും ബദാമൊക്കെ നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബദാമും കാഷ്നട്ടൊക്കെ ആദ്യം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ വെച്ച് ചൂടാക്കാം. അതിലേക്കൊരു 1 കപ്പ് ബദാം ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് കാഷ്യൂ നട്ട്സ്. ഇത് രണ്ടും കൂടെ ഇനി നന്നായിട്ട് ചെറിയ തീയിലിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് റോസ്റ്റ് ചെയ്ത് വെക്കുക, ഡ്രൈ റോസ്റ്റ്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബോൾ ഉണ്ടാക്കുന്ന സമയത്ത് ഡയറക്റ്റ് ഉപയോഗിക്കുകയും ചെയ്യാം റോസ്റ്റ് ചെയ്യാതെ. പക്ഷേ ഡ്രൈ റോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. ഇപ്പോൾ നമ്മുടെ ബദാമും അതുപോലെ തന്നെ കാഷ്നട്ടൊക്കെ കറക്റ്റ് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ള് അതുകൂടെ ചേർത്ത് കൊടുക്കുക. കറുത്ത എള്ള് ഒരുപാട് നേരം വറുക്കേണ്ട ആവശ്യമില്ലല്ലോ, പെട്ടെന്ന് തന്നെ വറവായി കിട്ടിക്കോളും. അപ്പോൾ ഇതുകൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നങ്ങ് വറുത്തതിന് ശേഷം പിന്നെ ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിന് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫുഡ് പ്രോസസ്സറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചെയ്യായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇപ്പോൾ നമുക്ക് അതില്ലാത്തവർക്കായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ തന്നെ ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ ഇനി ഒരു 1/4 കപ്പ് കറുത്ത മുന്തിരി, ഞാൻ കുറച്ച് വലിയ ടൈപ്പും കുറച്ച് ചെറുതൂടെ മിക്സ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഏതായാലും കുഴപ്പമില്ല, ഒരു 1/4 കപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു 7 or 8 ഈത്തപ്പഴം, നമ്മുടെ ഈന്തപ്പഴം ഡേറ്റ്സ്, അത് കുരുവൊക്കെ കളഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. വെള്ളത്തിൽ കുതിർത്തിട്ടൊന്നുമില്ല, ഇങ്ങനെ അങ്ങ് ഡയറക്റ്റ് ഇട്ടാൽ തന്നെ നമുക്ക് പൊടിഞ്ഞ് കിട്ടിക്കോളും. ഇതെല്ലാം കൂടി ചേർത്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് ഒരു 3-4 പ്രാവശ്യം കറക്കി നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കുക. ഒരുപാട് ഫൈൻ ആവണമെന്നില്ല, ഒന്നങ്ങ് കറക്കി പൊടിച്ചെടുക്കുക. അപ്പോൾ ആ സമയത്ത് ഇത്ര അളവ് ഒന്നിച്ച് നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട് കഴിയില്ല. ഒരു 2-3 ബാച്ചായിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. ഇപ്പോൾ എല്ലാം തന്നെ ഒരു 2-3 ബാച്ചായിട്ട് എല്ലാം പൊടിച്ചെടുത്ത് കറക്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട് ഒരു 2 നുള്ളു ഉപ്പ്, കൂടുതലൊന്നും വേണ്ട. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. ഇനി ഇത് നമ്മുടെ കയ്യിലില്ല അല്ലെങ്കിൽ ചേർക്കാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ 1-2 ഏലക്ക ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ടാലും മതിയാവും. ഇതെല്ലാം കൂടെ മൊത്തത്തിൽ നന്നായിട്ട് തന്നെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് നമുക്കിനി കൈ വെച്ചിട്ട് ചെറിയ ബോളാക്കിയിട്ട് എടുക്കുക. ജസ്റ്റ് ഒന്ന് പിടിച്ചു നോക്കിയാൽ മതി പിടിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത്. അതല്ലാന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ പാല് തെളിച്ചു കൊടുക്കുക. ഇപ്പം ഞാനിവിടെ പാലൊന്നും ചേർക്കുന്നില്ല, അതിന് പകരം കുറച്ച് പീനട്ട് ബട്ടറാണ് ചേർക്കുന്നത്. ക്രഞ്ചി പീനട്ട് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ഒരു 1.5 ടേബിൾ സ്പൂൺ പീനട്ട് ബട്ടർ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റും ആയിരിക്കും. പിന്നെ നമുക്ക് കറക്റ്റ് ബോളാക്കി എടുക്കാനൊക്കെ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ വെറുതെ അങ്ങ് പിടിച്ച് ബോളാക്കി എടുക്കാൻ നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവുന്നുള്ളൂ. എന്നാലും കുഴപ്പമില്ല, കറക്റ്റ് റൗണ്ട് ഷേപ്പിലൊക്കെ കിട്ടിക്കോളും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അതല്ലാന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ പാല് കൂടുതലൊന്നും എടുക്കണ്ട, കുറച്ച് മാത്രം എടുത്തിട്ട് ഒന്നങ്ങ് റോൾ ചെയ്തെടുക്കാൻ പാകത്തിനാക്കി എടുത്താൽ മതിയാവും. നമ്മൾ ഇവിടെ ഇപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ പറഞ്ഞ പോലെ തന്നെ പീനട്ട് ബട്ടറാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതുകൂടെ ചേർത്തതിന് ശേഷം മൊത്തത്തിൽ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് ഒന്നങ്ങ് കുഴച്ചെടുക്കുക. നമ്മളിതിൽ ചേർത്തിട്ടുള്ള പീനട്ട് ബട്ടർ ആ മിക്സിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ അങ്ങ് കുഴച്ചെടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് സാധാരണ ചെറിയ ചെറിയ ബോളാക്കി എടുക്കാം. നമ്മളിവിടെ എടുത്തിട്ടുള്ള കാഷ്യൂ ബദാം എല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുമ്പോഴുള്ള ഈ ഒരു അളവ് കൊണ്ട് ഒരു ഏകദേശം ഒരു 15-16 ചെറിയ ബോളൊക്കെ ആയിട്ടാണ് നമുക്കിത് ഉരുട്ടിയെടുക്കാനായിട്ട് കഴിയുക. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇഷ്ടമുള്ള വലിപ്പത്തിലാക്കി എടുക്കാം. ഒരുപാട് വലുതാക്കാത്തതായിരിക്കും നല്ലത്, കാരണം നമ്മളിതിൽ ചേർത്തിട്ടുള്ള ബദാം, കാഷ്യൂ, റൈസിൻസ് ഒക്കെ കൂടുതൽ കലോറീസ് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുതാണെങ്കിൽ ഒരു 1-2 തന്നെ മതിയാവും കുട്ടികൾക്ക്, കൂടുതലൊന്നും വേണ്ടി വരില്ല. ഇപ്പോൾ നമ്മുടെ ബോൾസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് കുറച്ചുകൂടി ഒരു ഭംഗി കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചൊന്ന് ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഒന്നങ്ങ് കവർ ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ വെള്ള എള്ളുണ്ടെങ്കിൽ അതിൽ കവർ ചെയ്തെടുക്കുക. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാനിവിടെ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഒന്നങ്ങ് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. വെറുതെ ഒന്നങ്ങ് റോൾ ചെയ്തെടുത്താൽ മതി. കാണാനൊരു ഭംഗി, കഴിക്കാനൊരു ടേസ്റ്റ്, അത്ര മാത്രം. റോൾ ചെയ്ത് കഴിയുമ്പം ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ നട്ട്സ് ഉപയോഗിച്ചിട്ടുള്ള ബോൾസ് എല്ലാം തന്നെ റെഡിയായി കഴിഞ്ഞു. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തത് നമ്മളൊരു ഓട്സ് വെച്ചിട്ടുള്ള എനർജി ബോളാണ് റെഡിയാക്കുന്നത്. അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാൻ വെച്ച് ചൂടാക്കുക. അതിലേക്കൊരു 1 കപ്പ് ഓട്സ് ഇട്ട് കൊടുക്കുക. ഓട്സ് ഒന്നങ്ങ് ഈ പറഞ്ഞ പോലെ തന്നെ ഡ്രൈ റോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് തന്നെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇതിന് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഓട്സ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു 5 ഈന്തപ്പഴമാണ് ചേർക്കുന്നത്. ആദ്യം പറഞ്ഞ പോലെ തന്നെ കുരുവൊക്കെ മാറ്റിയിട്ടുള്ള ഈന്തപ്പഴമാണ്. കുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുത്താൽ മതി.
അതുപോലെ ഒരു 2 നുള്ളു ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ്. ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ട് കുറച്ച് ഹണി, തേനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു 1/4 കപ്പ് എടുത്ത് വെക്കുക. മൊത്തം ഇപ്പോൾ ഒഴിക്കേണ്ട, ലാസ്റ്റ് മിക്സ് ചെയ്ത് നോക്കിയിട്ട് മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. മധുരം എത്രത്തോളം വേണോ അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് പീനട്ട് ബട്ടർ ചേർക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് പീനട്ട് ബട്ടർ, ക്രഞ്ചി പീനട്ട് ബട്ടർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇത് ചേർക്കുന്ന സമയത്ത് ഒന്നിച്ച് മിക്സിയിൽ അടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം പീനട്ട് ബട്ടർ ചേർക്കുന്നതിന് മുൻപ് ബാക്കിയെല്ലാം ഒന്ന് കറക്കിയെടുത്തതിന് ശേഷം പീനട്ട് ബട്ടറും കൂടെ ചേർത്തിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ഒന്നങ്ങ് നന്നായിട്ട് കറക്കിയെടുത്ത് എല്ലാം നന്നായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മൊത്തത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഈ സമയത്ത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ പീനട്ട് ബട്ടർ എല്ലായിടത്തും മിക്സ് ആയിട്ട് ഉണ്ടാവില്ല. അപ്പോൾ കൈ ഉപയോഗിച്ചിട്ട് മൊത്തത്തിൽ ഒന്നുകൂടെ അങ്ങ് മിക്സ് ആക്കി കൊടുക്കണം. പിന്നെ മധുരം നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തേനോട് ചേർത്ത് കൊടുക്കുക. ഒരു ഇത്തിരി മധുരം കുറവുണ്ട്, അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഒരു ടേബിൾ സ്പൂൺ തേനോട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഒരു 1 ടേബിൾ സ്പൂൺ വെള്ള എള്ളൂടെ ചേർക്കുന്നുണ്ട്. ഇനി കറുത്ത എള്ള് ചേർക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണൊക്കെ കറുത്ത എള്ള് വേണമെങ്കിൽ അതോടെ ചേർക്കാം. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ മുൻപ് ചെയ്തതുപോലെ തന്നെ ആവശ്യത്തിനുള്ള വലുപ്പം അനുസരിച്ചുള്ള ബോളാക്കി എടുക്കാം. ഇപ്പോൾ പീനട്ട് ബട്ടറൊക്കെ കുറച്ച് കൂടുതൽ ചേർത്തുകൊണ്ട് തന്നെ ഇത് റോൾ ചെയ്തെടുക്കാൻ വേണ്ടി കുറച്ചുകൂടി ഈസി ആയിരിക്കും. നമുക്ക് പെട്ടെന്ന് തന്നെ ബോളായി പിടിച്ചെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ എല്ലാ ബോളും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കണം. ഇപ്പോൾ നമ്മുടെ ഓട്സ് ബോൾസ് റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഈ ഒരു വലിപ്പത്തിലുള്ള 12 ബോളാണ് നമ്മൾ എടുത്ത അളവ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്. നമ്മൾ ഇതുപോലെ കുറച്ചൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് സ്നാക്കായിട്ടും അതുപോലെ തന്നെ സ്കൂളിലേക്ക് സ്നാക്ക് ബോക്സിലൊക്കെ 1-2 ഒക്കെ കൊടുത്തു വിടാൻ നല്ലതായിരിക്കും, നല്ല ഹെൽത്തി ആയിരിക്കും. പിന്നെ ഒരുപാടൊന്നും കൂടുതൽ ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമില്ല, വളരെ ഈസി അല്ല ഉണ്ടാക്കാനായിട്ട്. അപ്പം ഈ ഒരു അളവിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ദിവസമൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു. ഞാനിന്ന് ലാൽബൻ ബോൾ നിറച്ചും ഇതിൽ വെച്ചു റോസന കാൻഡി, എന്നിട്ട് അത് മുക്കിയിട്ട് നാശമായി പോയി. ഇത് നല്ല രസമുണ്ടല്ലോ, നല്ല രസമുണ്ട്. എന്നിട്ട് ഒരു ബദാമും പിന്നെ